സ്കൂളിൽ പൊക്കോണ്ടിരുന്ന കാലത്ത് ഒരു ദിവസം വൈകുന്നേരം കുഞ്ഞുങ്ങളോടൊപ്പം ബസ് വരുന്നതും കാത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. ഒരു കുട്ടി പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ടീച്ചർ, ഞാനും വരട്ടെ ടീച്ചറുടെ കൂടെ? ഞാൻ പറഞ്ഞു, അയ്യോ മോനെ, നീ എൻ്റെ കൂടെ വന്നാലെങ്ങനെ ശരിയാവുക? നിന്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കാത്തിരിപ്പില്ലേ? അപ്പോഴാണ് ആ കുഞ്ഞ് വളരെ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞത്, ഇല്ല ടീച്ചർ, അവർ വഴക്കാം, എന്നും വഴക്കാം. ഞാൻ ചോദിച്ചു കാരണം എന്തെന്നറിയില്ല, പക്ഷേ എന്നും അച്ഛനും അമ്മയും വഴക്കാം. അവൻ്റെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ അന്വേഷിക്കണമെന്നായി. ഞാൻ ഓരോരോ കാര്യങ്ങൾ അവനോട് ചോദിച്ചു. വളരെ നിസ്സാര കാര്യങ്ങൾക്കാണ് അവർ വഴക്കുണ്ടാക്കിയിരുന്നത്. ആ വഴക്ക് ആ കുഞ്ഞിനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടാവും. ഇതുപോലല്ലേ ഓരോ കുട്ടികളും സ്കൂൾ വിട്ട് വരുമ്പോൾ അച്ഛനമ്മമാർ വഴക്കുണ്ടാക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അങ്ങ് വരെ ഈ വഴക്കിൻ്റെ പ്രത്യാഘാതങ്ങൾ നിന്നിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കുന്നത്. ഹാപ്പി ചിൽഡ്രൻ, അതാണ് എൻ്റെ ആശയം. ഫാമിലി ലിറ്ററസി എന്ന ഈ ടോപ്പിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ലേ സത്യത്തിൽ നമ്മൾ പഠിക്കേണ്ട വിഷയം കുടുംബത്തിൽ എങ്ങനെ സമാധാനം ഉണ്ടാക്കാമെന്നാണെന്ന്? നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടേതായ ആശയം യാതൊരു മറയുമില്ലാതെ ഒന്ന് പോസ്റ്റ് ചെയ്യുമോ? താങ്ക് യു.